മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെയും ആസ് യൂഷ്വൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ലൊരു വൈബിലായിരുന്നു ഇന്നലത്തെ ദിവസം അവസാനിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്ന് എവിടേക്കോ ചെറിയ ചെറിയ തടസ്സങ്ങളും തട്ടിമുട്ടുകളൊക്കെ തോന്നുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി പോകെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അല്ലേ. നമ്മുടെ സ്വതവേ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ AGI എന്ന് നമ്മൾ പറയും. അത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ഈ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയത്തില്ല. നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കുന്നു, നമ്മൾ ഏത് അൽഗോരിതമാണ് അതിന് സെറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ പോകെ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ ഇന്നറിഞ്ഞ ഇൻഫർമേഷൻ ആയിരിക്കില്ല 10 ദിവസം കഴിഞ്ഞാൽ ഈ AI ഡ്രിവൺ ആയിട്ടുള്ള നോളജുകളിൽ അത് ഔട്ട്കം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകെ നാളെ നമ്മളെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു കാര്യമായി മാറുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാളുപരി നമ്മൾ കാണേണ്ടത് നമുക്കത് എന്തൊക്കെ രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് ഭവിക്കും എന്ന രീതിയിൽ നമുക്ക് നോക്കിക്കാണാമല്ലോ. ഉദാഹരണത്തിന് നമ്മൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് തന്നെയാണ് ഒരു AIയുടെ പിറകിലുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ ഡെഫിനറ്റ്ലി ഇതിനെ എത്ര എൻഹാൻസ് ചെയ്യാൻ ഗുണകരമായി ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിക്കും. മറ്റൊരു വിഭാഗം ഓപ്പോസിറ്റ് ആ ഗുണത്തെ അവർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ വേറൊരു ഏരിയയിലേക്ക് മാത്രമായി നോക്കുമ്പോഴാണ് ഈ ക്ലാഷ് വരുന്നത്. ക്ലാഷ് ഒബ്വിയസ്ലി ഹ്യൂമൻ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായതുകൊണ്ട് ഇറ്റ്സ് വിൽ ഹാപ്പൻ. ഞാനൊരു ഫൺ പോയിന്റ് പറയാം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, എനിക്കൊരു 10 ആളെ മീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വെച്ചാൽ ഈ സെൻസറോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമോഷനൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പം 10 നമുക്കൊരു ഇൻ ഷോർട്ടായിട്ട് പറയാം 10 ചിപ്പ് അല്ലെങ്കിൽ 10 റെപ്രസെൻറ്റേറ്റീവ് 10 വെർച്വൽ റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് വേണ്ടി ഒരേ കാര്യം ഇൻ ദ സെൻസ് നമ്മളുടെ ആ ഒറിജിനിൽ നിന്നുകൊണ്ട് എന്താണോ ഉണ്ണീശുബൽ എന്ന ഞാൻ എൻ്റെ ഫുൾ ഫോമിൽ നിന്നുകൊണ്ട് എൻ്റെ ടോട്ടൽ ഇമോഷനും ടോട്ടൽ തിങ്കിങ് പ്രോസസ്സിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നാളെ 10, 100, 1000 കാര്യങ്ങളിലേക്ക് പോയി നമുക്ക് വേണ്ടി നമ്മൾ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഞാനങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ എതിർവശത്തുള്ള സുഹൃത്തുക്കളും 20,000 ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ഒരു നിമിഷം ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയട്ടെ, ഒരു വല്ലാത്തൊരു പ്രഹേളികരിക്കുക ആ സമയം. കാരണം നമ്മൾ തന്നെ പല ഭാഗമായി പല രീതിയിൽ നമ്മളിപ്പം പഴയ ഒരു ചൊല്ലി പറയും, കാമക്രോധ മോഹ ലോഭ മത മത്സരം ഇങ്ങനെയുള്ള നമ്മുടെ വികാരങ്ങളെല്ലാം നമ്മൾ 1,00,000 റൂട്ടുകളോ ബ്രാഞ്ചുകളായിട്ട് വളർന്നേക്കാം. ചിന്തിക്കേണ്ട ഒരുപാട്. സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കേപ്പബിൾ ആണെന്നാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത് ഈ നിമിഷം വരെ. നാളെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക, അതിനെ നമ്മൾ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടോ അതിനെ തരണം ചെയ്യുന്നവർ തന്നെയാണ് വിജയി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഹ്യൂമൻ റേസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതവും ജീവിതാഭിലാഷവും ജീവിതാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ തീർക്കാൻ എന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. പോകെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഏതായാലും ഇന്നത്തെ ഈ ചർച്ച ഒരു വല്ലാത്തൊരു വഴിയിലാണ് സഞ്ചരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. ഏതായാലും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വളരെ ലഘൂകരിച്ചുകൊണ്ട് നമുക്ക് സംസാരിച്ച് പോവാം. താങ്ക് യു സോ മച്ച്. ബട്ട് ഇന്നത്തെ മറന്നുകൊണ്ട് ജീവിക്കരുത്. ഇന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിവസം. ഓരോ ഇന്നുകളെയും നമ്മൾ വിലപ്പെട്ട രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് സന്തോഷിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡോപ്പമിനൊക്കെ നമ്മുടെ മനസ്സിലും ശരീരത്തിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നത്. സോ നമുക്ക് മനുഷ്യൻ സഹവർത്തിത്വത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടുകയും കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം തന്നെയാണ് കുറച്ചും കൂടി ഒരു വൈഡർ ക്യാൻവാസിൽ നമ്മൾ ഏത് ഫോമിലും കാണുന്നത്. സോ നമ്മൾ സഹജീവികളാണ്. പരസ്പരം പൊരുത്തപ്പെട്ടും സ്നേഹിച്ചും സന്തോഷം ജീവിക്കുക. അതേപോലെ പണ്ട് കാരണന്മാരൊക്കെ പറയാറുണ്ടല്ലോ, തലമറന്ന് എണ്ണ തേക്കരുതാണ്. അതൊരു സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവനവനെ മറന്നുകൊണ്ട് മറ്റുള്ളവനെ സഹായിക്കാനും സ്നേഹിക്കാനും ശ്രമിച്ചാൽ അത് ഡേഞ്ചർ ആയിരിക്കും. ഓക്കെ, എൻജോയ് ദ ലൈഫ്. ഹാവ് എ നൈസ് ഡേ.